ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓറിയന്റേഷൻ സെഷൻ ആണ്. അതായത് കുസാറ്റ് കാറ്റ് 2024 ഇതിനെ കുറിച്ച് ഒരു ഓറിയന്റേഷൻ സെഷൻ തരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ എന്താണ് കുസാറ്റ്, എന്താണ് ഈ എക്സാം, അവിടുത്തെ സീറ്റ് എങ്ങനെയാണ്, എലിജിബിലിറ്റി എങ്ങനെയാണ്, കോഴ്സ് എന്താണ്, അതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഓൾ ഓവർ സെഷൻ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും, കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഓളത്തിൽ പോകാൻ പറ്റും. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ മാക്സിമം ഇന്ററാക്റ്റീവ് ആവാൻ ശ്രമിക്കുക. അപ്പോ കുസാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് നമ്മൾ കുസാറ്റ് എന്ന് പറയുന്നത്. കുസാറ്റ് നമ്മുടെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ്. അപ്പൊ അതിൽ നമ്മൾ കുസാറ്റ് കാറ്റ് ലോ എൻട്രൻസ് ആണ് നമ്മൾ എഴുതുന്നത്, LLB എൻട്രൻസ്. അപ്പൊ അതിന്റെ കോഴ്സും ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്, 5 ഇയർ ബികോം അതുപോലെ തന്നെ BBA LLB ആണ് അവിടെ ഉള്ളത്. അതായത് 5 ഇയർ 5 വർഷത്തെ +2 കഴിഞ്ഞ് ഡയറക്റ്റ് ചെല്ലുന്നവർക്ക് വേണ്ടി 5 വർഷത്തെ BCom LLBയും BBA LLB ഉണ്ട്. അവിടുത്തെ സീറ്റിന്റെ എത്ര നമ്പർ ഓഫ് സീറ്റ്സ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 46 സീറ്റ്സ് ആണ് ഈച്ച്. അതായത് BCom LLBക്ക് 46 സീറ്റ്, BBA LLBക്ക് 46, 46 സീറ്റാണ് അവിടെ ഉള്ളത്. പിന്നെ ഇപ്രാവശ്യം പുതിയൊരു LLB അവിടെ വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് BSc LLB. ഓക്കെ, അപ്പൊ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്താ അപ്പൊ അതും 5 ഇയർ ആണ്. അതും +2 കഴിഞ്ഞ് ഡയറക്റ്റ് ചെല്ലാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാണ് നിങ്ങൾ എഴുതാനത്. അപ്പൊ 5 ഇയർ LLB ആയിരിക്കും. അപ്പൊ അത് BSc LLB. പിന്നെ അവിടെ ഉള്ളത് 3 ഇയർ LLB. സോ ദാറ്റ് ഈസ് അതിനെന്താണ് 58 സീറ്റ്സ് ആണ് അതിന് പൊതുവെ ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോ നമ്മൾ കമ്പയറിംഗ് ടു ഗവൺമെന്റ് ലോ കോളേജ് എന്താണ്, ഇവിടെ എന്ന് പറയുമ്പോൾ സീറ്റ്സിന്റെ നമ്പർ ഓഫ് സീറ്റ്സ് കുറവായിരിക്കും. അപ്പൊ എന്താ, നമ്പർ ഓഫ് സീറ്റ്സ് കുറയുമ്പോൾ തന്നെ അവിടെ കോമ്പറ്റീഷൻ കൂടും, അല്ലേ അരുണിമ? അതെ, ആ ഒരു അതെ. പോയിന്റ് എന്തായാലും നിങ്ങൾ എംഫസൈസ് ചെയ്യണം. പിന്നെ വരുന്നത് എന്തൊക്കെയാണ്? പിന്നെ അപ്പോ ഈ പറയുമ്പോൾ BCom LLB, BBA LLB, BSc LLB ഇതാണ് 5 ഇയേഴ്സിന്, അതായത് +2 കഴിഞ്ഞ് ഡയറക്റ്റ് പോകുന്നവർക്ക് വേണ്ടിയാണ് ഈ LLBകൾ. അപ്പൊ നിങ്ങൾ നോക്കണം 46 സീറ്റ്, 46 സീറ്റ് 38. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്താലും 40 + 40 80, ഒരു 120 130 സീറ്റ്സേ ഉള്ളൂ ടോട്ടൽ അവിടെ 5 വർഷത്തെ 5 ഇയർ LLB ചെയ്യുന്നവർക്ക് വേണ്ടി. പക്ഷെ നമ്മളിപ്പോ ഗവൺമെന്റ് ലോ കോളേജ് എടുക്കുകയാണെങ്കിൽ എന്താ, ഗവൺമെന്റ് ലോ കോളേജിൽ ഒരു കോളേജിൽ ചിലപ്പോൾ 60 സീറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 120 സീറ്റ്സ് ആയിരിക്കും, ഡിപ്പെൻസ് അപ്പോൺ ദ കോളേജ് ആണ്. അപ്പൊ ഇവിടെ സീറ്റ്സ് കുറവായിരിക്കും. 3 ഇയർ LLBക്കാർക്ക് 58 സീറ്റ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ നോട്ട് ചെയ്യേണ്ട കാര്യം, സീറ്റ്സിന്റെ നമ്പേഴ്സ് വളരെ കുറവായതുകൊണ്ട് കോമ്പറ്റീഷൻ കൂടും, നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കാണും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ആണല്ലോ BCom BBA BSc LLB. അപ്പൊ ഈ BSc LLBക്കൊക്കെ എലിജിബിലിറ്റി എന്തായിരിക്കും നിങ്ങൾ വിചാരിച്ചാണ്? അപ്പൊ എലിജിബിലിറ്റി നിങ്ങൾക്ക് അരുണിമ പറഞ്ഞു തരാം, എന്താണ് അവിടെ എലിജിബിലിറ്റി എന്ന് അരുണിമ നിങ്ങൾക്ക് പറഞ്ഞു. സോ ബികോം ഇപ്പൊ BCom BBA LLBയിൽ വരുന്നത് 60% നിങ്ങൾക്ക് സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സിൽ നിങ്ങൾക്ക് 60% ഉണ്ടാവണം. ആൻഡ് ഇഫ് യു ആർട്സ് ഓർ ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 55% ആണ് വരിക. ആൻഡ് ബാക്കി റിസർവേഷൻ വരുന്നത് SC ST അല്ലെങ്കിൽ SCBC വരികയാണെങ്കിൽ നിങ്ങൾക്ക് 50% ആണ് നിങ്ങളുടെ റിസർവേഷൻ. ആ ഒരു ക്രൈറ്റീരിയയും കൂടി ഉണ്ടാവും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് BSc LLB. 5 ഇയർ BSc LLBന്റെ എങ്ങനെയാണ് എലിജിബിലിറ്റി വരുന്നത്? 50% മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ 50% ഉണ്ടാവണം. ആൻഡ് മിനിമം 65% ആയിരിക്കണം നിങ്ങളുടെ +2 ടോട്ടൽ വരേണ്ടത്. മിനിമം 65% ആയിരിക്കണം. ഇനിയിപ്പോ 3 ഇയർ LLBന്റെ എങ്ങനെയാണ് വരുന്നത് എലിജിബിലിറ്റി? ഇപ്പോ അത് നമുക്ക് നോക്കാം. നിങ്ങൾ ഏത് ഡിഗ്രി ഓപ്റ്റ് ചെയ്ത് തന്നെ ആയാലും വന്നത് ശരി, അപ്പൊ ആ ഡിഗ്രിയിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. ആൻഡ് അവിടെ വരുന്ന റിസർവേഷനിൽ SC ST SCBC സെയിം, അവിടെ 45% ആണ് നിങ്ങളെ ക്രൈറ്റീരിയ വരുമ്പോൾ എലിജിബിലിറ്റി 45% ആണ് ഉണ്ടാവുക. Okay, so now we will discuss about the question pattern of CUSAT-CAT 5-year LLB as well as 3-year LLB. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ്, ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 150 ആണ് ഉണ്ടാവുക. ആൻഡ് ഈ 150 എന്ന് പറയുന്നത് പാർട്ട് 1ഉം പാർട്ട് 2 കൂടി ചേർന്നിട്ടാണ്. അപ്പം നമ്മുടെ ടൈം തന്നിട്ടുള്ളത് 2 hour ടൈമാണ്. നമ്മുടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 120 minutes, ദാറ്റ്സ് 2 hour. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതൊരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് വരിക. മോഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്?
3 മാർക്ക് കറക്റ്റ് ആൻസർ ആണെങ്കിൽ 3 മാർക്ക്, അതിൽ -1 ആയിരിക്കും ഇൻകറക്റ്റിന് വരിക. നമുക്കിനി 5 ഇയർ LLB സിലബസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 5 ഇയർ LLB പാർട്ട് 1 പാർട്ട് 2 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പാർട്ട് 1 ലോ റിലേറ്റഡ് ആണ് ചോദിക്കുക, അത് 25 ക്വസ്റ്റ്യൻസ്. പിന്നെ ലോജിക്കൽ റീസണിങ്, ലോജിക്കൽ തിങ്കിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് 50 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിന്റെ വെയിറ്റേജ് വരുന്നത് 50% ആണ്. ബോത്ത് പാർട്ട് 1 പാർട്ട് 2 വെയിറ്റേജ് വരുന്നത് 50% ആണ്. പാർട്ട് 2 ജനറൽ ഇംഗ്ലീഷിൽ 50 ക്വസ്റ്റ്യൻസ് ആൻഡ് GK കറണ്ട് അഫയേഴ്സ്, അത് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആട്ടോ GK കറണ്ട് അഫയേഴ്സ്. അപ്പൊ അത് 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ ഇംഗ്ലീഷിനാണ് പക്ഷെ കുറച്ചും കൂടി നമ്മളിപ്പം പ്രൊമിനൻസ് കൊടുക്കുന്നത്. കാരണം 50 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ലോജിക്കൽ റീസണിങ്ങിലായാലും ജനറൽ ഇംഗ്ലീഷിലായാലും. ആൻഡ് ഇപ്പൊ 3 ഇയറിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പാർട്ട് 1 ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ നമ്മളിപ്പോ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കോൺട്രാക്ട്, ടോർട്ട്, അങ്ങനെയുള്ളതിനൊക്കെയാണ്, ക്രൈംസിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ ലോജിക്കൽ റീസണിങ് 25 ക്വസ്റ്റ്യൻസ്. ഈ പാർട്ട് 2 സെയിം പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സെയിം ആണ്, നമ്മൾ പഠിച്ച ഇഡിയം ഫ്രേസസ്, ഫോറിൻ ഫ്രേസസ്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അവിടെ കോംപ്രിഹെൻഷൻ എബിലിറ്റിയും കൂടി ഉണ്ട്. അതായത് നമ്മുടെ പാസേജ് ഒക്കെ ഉണ്ടല്ലോ, പാസേജിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള അത് 25 ക്വസ്റ്റ്യൻസ് ഈച്ച്. ആൻഡ് GK കറണ്ട് അഫയേഴ്സ് 25 ക്വസ്റ്റ്യൻസ്. ബോത്ത് പാർട്ട് 1 പാർട്ട് 2 വെയിറ്റേജ് 50% ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ സമ്മപ്പിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 150 ക്വസ്റ്റ്യൻസിൽ 50 മാത്സ്, അരിത്തമെറ്റിക് ആൻഡ് മെന്റബിലിറ്റി 50 പോവും. അത് കഴിഞ്ഞ് 50 ഇംഗ്ലീഷിന് പോവും. പിന്നെ വരുന്ന 50 ആണ് ലീഗലും GK ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മളപ്പോ ഒരു ലോ എൻട്രൻസ് ആണെങ്കിലും ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ ലാംഗ്വേജിനും അതുപോലെ തന്നെ അരിത്തമെറ്റിക് ആൻഡ് മെന്റബിലിറ്റിക്കും ആണെന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോ ഈ 150 ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇവിടെ നമുക്ക് ടോട്ടൽ ഇത്ര 150 ക്വസ്റ്റ്യൻസ് ആർ ദയർ ആൻഡ് 120 മിനിറ്റ്സ് ആർ ദയർ. അപ്പോ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ അത്രയും പോലും മിനിറ്റ്സ് നമുക്ക് അവിടെ ഇല്ല, അതിലും ലെസ് മിനിറ്റ്സ് ആണുള്ളത്. അപ്പൊ പിന്നെയും ഒരു ഡിഫിക്കൽട്ടി വരുന്നത് എന്താ, 150 ക്വസ്റ്റ്യൻസിലെ 50 ക്വസ്റ്റ്യൻസും അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയാണ്. നമുക്കറിയാലോ, അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ വി നീഡ് മോർ ടൈം. അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ്സ് കൊണ്ടൊന്നും ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. കാരണം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കട്ടെ നമുക്ക് ടൈം എടുക്കും, നമ്മൾ അത്യാവശ്യം ടൈം എടുക്കും. എന്നിട്ട് അത് മനസ്സിലാക്കി അത് ചെയ്തു വരുമ്പോൾ അത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ഈസ് ടൈം കൺസ്യൂമിംഗ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ 150 ക്വസ്റ്റ്യൻസിലെ 50 ക്വസ്റ്റ്യൻസും പക്ഷെ 50 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മാർക്ക് വെയിറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ ഈ 50 into 3 എത്രയാ? ആ 50 into 3 150. അപ്പൊ 150 മാർക്സോളം എന്താണ് നമുക്ക് ഈ ഒരു അരിത്തമെറ്റിക് ആൻഡ് മെന്റബിലിറ്റിയുടെ പാർട്ടിനാണ് വരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ ഇംഗ്ലീഷ് ആണ് 50. ഈ ഇംഗ്ലീഷും നമ്മൾ വായിച്ച് ഈ ജംബിൾ ഓർഡർ മാറ്റി അതുപോലെ തന്നെ ഗ്രാമേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ടൈം കൺസ്യൂമിങ്. അപ്പൊ ഇങ്ങനെ അപ്പൊ മൊത്തത്തിൽ എന്താണ് ഒരു മനസ്സിലായോ, ഒരു 150 ക്വസ്റ്റ്യൻസിന് 120 മിനിറ്റ്സ് അവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത്രയും ടൈം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഒരു പാറ്റേൺ ഒക്കെ റെഡിയാക്കണം. അതിനാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അവിടെ വളരെ വലുതാണ്, അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാണ് ഇത് പറയണ്ടേ. അപ്പൊ ഇപ്പൊ നമ്മൾ ഓരോ ദിവസം മോക്ക് ടെസ്റ്റ് ഇടുമ്പോ അത് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇപ്പൊ ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് ആണ് തുടങ്ങിയത്. ഇപ്പൊ അരിത്മെറ്റിക്കിനെ ആയാലും എത്ര പേര് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. സോ മോക്ക് ടെസ്റ്റിന് ഇമ്പോർട്ടന്റ്, എത്രത്തോളം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ് ഫോർ ഈ എക്സാം. ആക്ച്വലി ബിക്കോസ് ഇറ്റ്സ് എ ടൈം ബേസ്ഡ് എക്സാം, അത് പറഞ്ഞ പോലെ. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ കോഴ്സിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കുസാറ്റ് എക്സ്ക്ലൂസീവ്ലി നമ്മൾ കുസാറ്റിന് വേണ്ടി മാത്രം, കുസാറ്റ് ക്യാറ്റ് LLB എൻട്രൻസിന് വേണ്ടി നമ്മളൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തുടങ്ങുന്നത് 25th April മുതലാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതില് ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. 25th മുതൽ ഡെയിലി ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് നമ്മൾ റെക്കോർഡിങ്സ് ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും നമ്പർ ഓഫ് എത്ര ടൈംസ് നിങ്ങൾക്ക് കാണാൻ തോന്നിയാലും അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും എടുത്ത് കാണാം. അപ്പോൾ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡിങ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും. അതിന് ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന്.
നമ്മൾ മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ് എടുക്കുന്നതോറും നമ്മുടെ റാങ്കിന്റെ ഉയരം കൂടും. ഇത് കിട്ടുന്ന റാങ്ക് കൂടും. കാരണം എന്തുകൊണ്ടാ, അങ്ങനെ ഓരോ മോക്ക് ടെസ്റ്റ് നമ്മൾ ക്ലിയർലി എടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തെറ്റ് എവിടെയാ, നമ്മുടെ സ്ട്രെങ്ത് എവിടെയാ, വീക്ക്നെസ് എവിടെയാ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഓരോന്നും നമ്മുടെ സ്ട്രെങ്ത് എവിടെ, വീക്ക്നെസ് എവിടെയെന്ന് മനസ്സിലാക്കി ആ വീക്ക്നെസ്സിൽ നമ്മൾ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അതും നമ്മുടെ സ്ട്രെങ്ത് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സാധിക്കും, നമുക്കൊരു നല്ല റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് മോക്ക് ടെസ്റ്റ്. അപ്പൊ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ PYQ ഡിസ്കഷൻ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡേയ്സ് ഇവിടെ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോ ഒരു 25th മുതൽ നമ്മുടെ മെയ് 10, 11, 12 ആ ഒരു ഡേറ്റ്സിലായിരിക്കും സ്റ്റാറ്റിക് ആറ്റ് എക്സാംസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഓവർ ദ സിലബസ് കംപ്ലീറ്റ് പഠിപ്പിച്ച് തരാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്ത് തന്നിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റിലൂടെയും ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റിലൂടെ ആയിരിക്കും സിലബസ് നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ വി ക്യാൻ നോ ഹൗ ദേ ആർ ആസ്കിങ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാനും ഏതൊക്കെ സെക്ടേഴ്സിനാണ് കൂടുതൽ വരുന്നത് മനസ്സിലാക്കാനൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഓൾ ഓവർ ഒരു ഐഡിയ, ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പതറാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓൾ ഓവർ ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ് നമ്മൾ PYQ ഡിസ്കഷൻ നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു അപ്പൊ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട നമ്പേഴ്സ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴ്സിന്റെ ഫീസ് 499 ആണ് വരുന്നത്. കാരണം നമ്മൾ റീസണബിൾ പ്രൈസിൽ ആൾക്കാരെ എത്തിക്കാവുന്ന റീമോഡ് കൂടെ ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്. ഇനി ആർക്കെങ്കിലും കൂടുതൽ ഇൻഫോ ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, മോർ ഇൻഫർമേഷൻ വേണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഓൾറെഡി ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടായിരുന്നു? വേറെ ഒന്നുമില്ല, ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കി. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, എഴുതുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോ നമുക്ക് PYQ ഡിസ്കഷനിലേക്ക് പോവാം. PYQ ഡിസ്കഷനിലോട്ട് പോകാം. ഓക്കെ. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യാം.